ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു രൂപ ചിലവില്ലാതെ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നല്ലൊരു കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എങ്കിൽ മാത്രമേ എല്ലാവർക്കും നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ധാരാളം സമ്മാനങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കേക്കിനുള്ള ക്രീം എന്ന് പറയുന്നത് ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രീം ചീസും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് ഹാഫ് kg കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പം നേരത്തെ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടത് കൊണ്ട് ഇന്ന് ഞാൻ അധികം വീഡിയോസ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ഐസിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കേക്കിൻ്റെ ബോർഡ് ഇതുപോലെ നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഐസിങ് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഒരു ടവലോ അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇടുകയാണെങ്കിൽ ഒന്നിത്തിരി നനച്ച ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലർ നമുക്ക് ഓർഡർ തരുമ്പോൾ പറയും നല്ല ക്രീം വേണമെന്ന്, ചിലർ പറയും ആ ക്രീം അധികം തേക്കണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് നല്ല ക്രീമും മധുരമൊക്കെ വേണമുള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ പേര് കുറേ സംശയങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ. കേക്കൊക്കെ വേവിച്ചിട്ട് പൊങ്ങി വരുന്നില്ല എന്നൊക്കെ അതെന്തുകൊണ്ടെന്ന് ഞാൻ എൻ്റെ മിക്ക വീഡിയോസിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണുമ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒട്ടും തെറ്റ് പറ്റാത്ത രീതിയിൽ തന്നെ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ ക്രീം തേച്ച ശേഷം അതിലേക്ക് മിൽക്ക് മേഡും അതുപോലെ തന്നെ ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ ഭാഗവും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രം കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ കേക്കിൻ്റെ ഭാഗം പുറത്ത് കാണാതെ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ക്രീമിലേക്ക് 2-3 തുള്ളി ബ്ലൂ കളർ ചേർത്ത് കൊടുക്കുകയാണ്. സ്കൈ ബ്ലൂ ആണ് ചേർക്കുന്നത് കേട്ടോ. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്കിനൊക്കെ ഓർഡർ തരുമ്പം നല്ല കളറിൽ കേക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. നല്ല കളറിൽ നമ്മൾ ക്രീമിൽ കളർ കൂടുതൽ ചേർക്കുമ്പോൾ അതിൽ ചെറിയ കയ്പിൻ്റെ ഇത് വരും കേട്ടോ. അത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാം കേട്ടോ. ചിലവർക്ക് ഭയങ്കര കളർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ഓർഡർ തരുമ്പോഴും ഞാൻ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ കേക്ക് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രീം എടുത്തിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം കേക്ക് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കേക്കൊക്കെ നല്ലതുപോലെ ഐസിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ കാണുക. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. കാരണം 15K സബ്സ്ക്രൈബ് ആകുമ്പോൾ സമ്മാനം കിട്ടാത്തവർക്ക് വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ കൊടുക്കും കേട്ടോ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തിരിച്ചും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം, എങ്കിൽ മാത്രമേ എനിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ധാരാളം സമ്മാനമൊക്കെ തരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെപ്പോലത്തെ കുഞ്ഞു ചാനലുകാർ ആരും ഇതുപോലെ സമ്മാനം കൊടുക്കില്ല. ഞാൻ എൻ്റെ ഓരോ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നത് മാത്രമല്ല നല്ല സമ്മാനങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സപ്പോർട്ടുമാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണുക. അത് ലൈക്കും സപ്പോർട്ടും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു കാർഡ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. പിന്നെ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നമുക്ക് താഴത്തെ ബോർഡറിൽ വൈറ്റും മുകളിൽ ഇത് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ താഴത്തെ ബോർഡറിൽ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്യാലും കുഴപ്പമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് വൈറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ആ ഒരു ബോർഡ് നമ്മൾ ആ ഒരു കാർഡ് കൊണ്ട് ഒന്ന് നമ്മൾ ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്ര മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ കേക്ക് ഇവിടെ നല്ലതുപോലെ ഇവിടെ ഫിനിഷ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇടുന്നത്. ഇനി ഇതുപോലത്തെ കുഞ്ഞ് നൈഫ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇത് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല മോഡലിൽ നമുക്ക് കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്തൊക്കെ സംശയങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെല്ലാ വീഡിയോസും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ സമയമുള്ളപ്പോഴാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്. അപ്പോഴെല്ലാവരും വീഡിയോ എൻ്റെ ഫുള്ള് കാണുക. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് ഇതുപോലെ 4 സൈഡ് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് കേട്ടിട്ട് പൈപ്പിംഗ് ബാഗിൽ നോസിലിടുന്നതും എല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഞാൻ ഇവിടെ 1mm നോസിലാണ് കേട്ടോ. ഇത് ഫ്ലവറൊക്കെ ചെയ്യുക, റോസ് ഫ്ലവറൊക്കെ ചെയ്യാൻ നല്ല ഒരു നോസിലാണ് കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യാൻ പറ്റുന്ന നോസിലാണ് 1mm കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് ശേഷം നോസിൽ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്രീം കൊടുക്കുന്നത്. അപ്പം വൈറ്റും ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇത് വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നോസിലേക്ക് ഞാൻ ഒന്ന് കളറൊന്ന് ഈ ഒരു നൈഫിലേക്ക് ഒരു തുള്ളി ബ്ലൂ കളറൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നീളത്തിനൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്രീം ഒന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളറും കിട്ടും, ബാക്കി സൈഡിൽ വൈറ്റും കിട്ടും കേട്ടോ. ഇത് എളുപ്പത്തിലുള്ള രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ 2 പൈപ്പിംഗ് ബാഗിലേക്ക് 2 കളറാക്കിയ ശേഷം ഇതുപോലെ കവറിലാക്കി അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതി എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡൊന്ന് ബോർഡർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെറുതായിട്ട് വൈറ്റ് മാത്രമേ കാണുള്ളൂ, അതും കുഴപ്പമില്ല. നമുക്ക് 2 കളറായിട്ട് കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിതാ 4 സൈഡ് ഇതുപോലെ ബോർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനാണ് കേട്ടോ ഞാൻ കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കേക്കിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം പിന്നെ കേക്കിന് ഞാൻ സമ്മാനം കൊടുക്കുന്ന ഒരു കാര്യം അറിയാമല്ലോ. ഒട്ടും നമുക്ക് കേക്കിൻ്റെയൊക്കെ നമുക്ക് ടൂൾസൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണ് കേട്ടോ ഞാൻ സമ്മാനം കൊടുക്കുന്നത്. കാരണം ഞാൻ 2-3 പ്രാവശ്യം സമ്മാനം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. കാരണം അവർക്ക് ഒട്ടും നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ചിലവരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്, ഒട്ടും നിവർത്തിയില്ല വാങ്ങിക്കുക. അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നോസിൽ വെച്ച് തന്നെ മുകളിൽ ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഇത് വെച്ച് 2 സൈഡിൽ പൂ പോലെ ഒന്ന് 2 ഇതും കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയൊക്കെ കിട്ടും കേട്ടോ കേക്കിന്. പിന്നെ ഞാൻ ഇവിടെ പേരും എഴുതിയിട്ടുണ്ട്, ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് 2 ബട്ടർഫ്ലൈയും കൂടി ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണേ.